ഒരു വിഭവ ഭൂപടം ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള QGIS പ്രോജക്ട്സ് എന്ന ഫോൾഡറിൽ മുനിസിപ്പൽ മാപ്പ് .qgs എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ഭൂപടത്തിലെ മെയിൻ റോഡ്, ഹൗസ് എന്നീ ലെയറുകൾ ദൃശ്യമാക്കി ന്യൂ പ്രിൻ്റ് കമ്പോസർ ഉപയോഗിച്ച് SVG ഫോർമാറ്റിലുള്ള മാപ്പ് തയ്യാറാക്കുക. സൂചനകൾ: ന്യൂ പ്രിൻ്റ് കമ്പോസർ. ആഡ് ന്യൂ മാപ്പ് ടൂൾ ഉപയോഗിച്ച് മാപ്പ് ഉൾപ്പെടുത്തുക. ആഡ് ന്യൂ ലേബൽ ടൂൾ ഉപയോഗിച്ച് മുനിസിപ്പൽ മാപ്പ് എന്ന തലക്കെട്ട് നൽകുക. ആഡ് ന്യൂ ലെജൻഡ് സങ്കേതം ഉപയോഗിച്ച് സൂചകങ്ങൾ ഉൾപ്പെടുത്തുക. ഈ വിഭവ ഭൂപടം ഒരു SVG ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന പേരിൽ ഹോമിലെ എക്സാം എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. A resource map, namely municipal map .qgs, is given in the folder QGIS projects in exam documents in home. Open this file in QGIS and prepare the map in SVG format using new print composer with main road and house layers visible on the map. Hints: include the map using new print composer. Add new map tool. Give the title municipal map using add new label tool. Add indicators using add new legend option. Save this resource map as an SVG file to exam folder. ഹോം ഫോൾഡറിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ QGIS പ്രോജക്റ്റ് എന്ന ഫോൾഡറിൽ മുനിസിപ്പൽ മാപ്പ് .qgs എന്ന ഫയൽ ഇതാണ്. അത് തുറക്കുന്നു. ആദ്യമായി മെയിൻ റോഡ്, ഹൗസ് എന്നീ ലെയറുകൾ ദൃശ്യമാക്കണം. ആദ്യം മെയിൻ റോഡിൻ്റെ ഇടതുഭാഗത്തുള്ള ബോക്സിൽ ടിക്ക് മാർക്കിട്ട് മെയിൻ റോഡ് ദൃശ്യമാക്കുന്നു. അതുപോലെ ഹൗസ് ലെയറും ദൃശ്യമാക്കുന്നു. ഇനി ന്യൂ പ്രിൻ്റ് കമ്പോസറിലെ ആഡ് ന്യൂ മാപ്പ് ടൂൾ ഉപയോഗിച്ചിട്ട് മാപ്പ് ചേർത്ത് കൊടുക്കണം. അതിന് പ്രോജക്റ്റ് മെനുവിൽ ന്യൂ പ്രിൻ്റ് കമ്പോസർ എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇതിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ മുനിസിപ്പൽ മാപ്പ് എന്ന് തന്നെ പേര് കൊടുക്കുന്നു. ഇനി OK എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ മാപ്പ് ഉൾപ്പെടുത്തണമെങ്കിൽ ആഡ് ന്യൂ മാപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വേണ്ട സ്ഥലത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അടുത്തത് ചെയ്യാനുള്ളത് ആഡ് ന്യൂ ലേബൽ ടൂൾ ഉപയോഗിച്ച് മുനിസിപ്പൽ മാപ്പ് എന്ന് തലക്കെട്ട് നൽകുക എന്നതാണ്. ഇവിടെ ആഡ് ന്യൂ ലേബൽ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. മുനിസിപ്പൽ മാപ്പ് എന്ന് പേര് നൽകാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ഈ ബോക്സിലാണ് നൽകേണ്ടത്. അവിടെ മുനിസിപ്പൽ മാപ്പ് എന്ന് തലക്കെട്ടിന് ഇവിടെ പേര് നൽകുന്നു. ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഫോണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫോണ്ട് സൈസ് 24 കൊടുക്കുന്നു. ഇവിടെ ബോൾഡ് എന്നത് സെലക്ട് ചെയ്യുന്നു. ഇനി OK എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. മുനിസിപ്പൽ മാപ്പ് എന്ന് ഹെഡിങ് കൊടുത്തു. അത് ഡ്രാഗ് ചെയ്ത് ആവശ്യമായ സ്ഥാനത്തേക്ക് മാറ്റാവുന്നതാണ്. അടുത്തതായി ആഡ് ന്യൂ ലെജൻഡ് സങ്കേതം ഉപയോഗിച്ച് സൂചകങ്ങൾ ഉൾപ്പെടുത്തണം. ആഡ് ന്യൂ ലെജൻഡ് എന്ന ടൂൾ ഇതാണ്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുമ്പ് ചെയ്തതുപോലെ ഡ്രാഗ് ചെയ്യുന്നു. ഇങ്ങനെ ലെജൻഡ് ചേർത്ത് കൊടുക്കാൻ കഴിയും.
ഇതിനെ ഒരു SVG ഫയലായിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതിനായി ഇവിടെ കമ്പോസർ മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പോർട്ട് ആസ് SVG എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഇത് ക്ലോസ് ചെയ്യുന്നു. X10 ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ഫയൽ നാമം നൽകുന്നു. SVG ഫോമാറ്റിൽ തന്നെയാണ് നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. അതിനായി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ സേവ് എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്ത് ഫയൽ നമുക്ക് സേവ് ചെയ്യാം. ഹോമിൽ X10ൽ നമ്മൾ സേവ് ചെയ്ത SVG ഫോമാറ്റിലുള്ള ഫയൽ ഇവിടെയുണ്ട്.